ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 തരം ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, എളുപ്പമാണ്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പക്കോടയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ളൊരു മാവ് റെഡിയാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ. 1/4 കപ്പ് കടലമാവും 1/4 കപ്പ് മൈദയും എന്ന രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കടലമാവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് മൈദ മാത്രമായിട്ടും എടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ 1/4 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ. ഇനി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വേണ്ടത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി 1/2 ടീസ്പൂണ് ഇഞ്ചി നല്ലോണം ചെറുതായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല തിക്ക് മാവായിട്ട് ആക്കിയെടുക്കുക, നല്ല തിക്ക് ബാറ്റർ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിലോട്ട് എത്രയാണ് വെള്ളം ചേർത്തെന്ന് ഞാൻ പറയാം കേട്ടോ. മാവ് ഒരിക്കലും ലൂസാക്കി എടുക്കരുത്, നല്ല തിക്കായിട്ടുള്ള മാവാണ് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല തിക്ക് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരളവിൽ 1/4 കപ്പ് നല്ല പാകത്തിനായിട്ടുണ്ട്, നല്ല തിക്ക് ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് വെള്ളം 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾ 2, 3, 4 ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ 2, 3, 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/2 കപ്പും അതുപോലെ 4 ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മൈദ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. 1, 2 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചാൽ മതി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ഇതിലോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോടെ നമുക്ക് ഇതിലോട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റിയാൽ മാത്രം മതി, ആ ഒരു രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 7 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 7, 8 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലിയ ബ്രെഡാണ്, ബ്രൗൺ ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രൗൺ വേണമെങ്കിൽ എടുക്കാം, വീറ്റ് ബ്രെഡാണ്. അതുപോലെ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 സ്ലൈസ് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് വേണമെന്നൊന്നുമില്ല. നമ്മൾ ബ്രെഡ് വാങ്ങിയിട്ട് ഇങ്ങനെ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ബ്രെഡ് ആ ഒരു ഫ്രഷ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡൊക്കെ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിതൊന്നും കൂടെ ഇത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മാവിലോട്ട് ഡിപ്പ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നമുക്ക് മാവിലോട്ട് ഡിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു സ്ലൈസ് 2ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതും. നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രീസറിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കോട്ടിങ് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരു 4, 5, 6 സ്ലൈസ് ബ്രെഡ് എടുക്കാം. പൊടിഞ്ഞിട്ടുള്ള ബ്രെഡൊക്കെ ഇതിന് യൂസ് ചെയ്യാം. നമ്മളിതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ കോട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടും ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുമ്പോഴാണ്. മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനേക്കാളും വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ബ്രെഡ് ക്രംസ് നമ്മൾ മിക്സിയിലിട്ടിട്ടല്ലേ പൊടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ KFC സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഫിംഗേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്. ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിലോട്ട് ഇതുപോലെ 2 പീസ് ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാൻ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ പീസ് മാത്രം ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മാവ് മുകളിലോട്ടൊക്കെ കോരി ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ചെയ്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിലോട്ട് ആക്കി കൊടുക്കാം. ഒരു 3-4 എണ്ണൊക്കെ ഇതുപോലെ ഒരുമിച്ച് ആക്കിയിട്ട് നമുക്ക് നല്ലോണം ബ്രെഡ് പൊടി നല്ലോണം കോട്ടിങ് ചെയ്തെടുത്താൽ മതി. ഇനി നല്ലോണം ഈ ഒരു ബ്രെഡ് പൊടി എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു 2 ബ്രെഡ് പീസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാൻ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഈ 2 ബ്രെഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം ഡിപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇടയ്ക്കൊന്ന് ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, സ്ലൈസായിട്ട് കിട്ടുന്നത്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. ഒന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്തിട്ട് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരും പുറം ഭാഗമൊക്കെ ഓവറായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. 2 സൈഡും ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് ബൈറ്റ് പക്കോടയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് ബൈറ്റ്സ് ആണ്. അപ്പോൾ നോക്കാം, എളുപ്പമാണ് ഇതും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് സാവധാനം ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല. കുറച്ച് വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3 മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ നേരെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ടല്ല, പകുതി ചേർത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 1/4 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചാട്ട് മസാല പൗഡർ, അതുപോലെ ഒരു നുള്ള് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒറിഗാനോ 1/4 ടീസ്പൂണൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ 1/4 ടീസ്പൂൺ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ എല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു 12 സ്ലൈസാണ് കേട്ടോ ബ്രെഡ് ഏകദേശം വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ തട്ടിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുത്താൽ മതി. മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ബ്രെഡ് കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് പരത്തി എടുക്കാനുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പരത്തി എടുത്ത ശേഷം സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് 4 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിനെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ബ്രെഡിലോട്ട് ജസ്റ്റ് ഒന്ന് മസാല വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അട ഒക്കെ ചെയ്യുന്നില്ലേ, രണ്ടറ്റവും അതുപോലെ ഇങ്ങനെ 3 സൈഡും ഒട്ടിച്ച് കൊടുക്കാറില്ല. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാതെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. ഇനി ഇതിലോട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു മുട്ട ബീറ്റ് ചെയ്തതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ടക്ക് പകരം മൈദമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ബ്രെഡ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈഡിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ പകുതിയായിട്ടും പിന്നെ ഇതിൻ്റെ ഉൾഭാഗം പകുതിയായിട്ടും നമുക്ക് ഈ ഒരു മുട്ടക്കൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവ് വേണമെങ്കിൽ മൈദമാവ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ഒട്ടി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനൊരു നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും നമുക്ക് സെർവ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ മസാല വെച്ചിട്ട് നന്നായിട്ട് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ അകത്തായിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ 2 സൈഡിൽ ഈ ഒരു അറ്റത്തും കൂടെ നമ്മൾ മുട്ടക്കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുട്ടക്കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ട് ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ സൈഡ് മാത്രം പിടിച്ചിട്ട് ഈ സൈഡ് മാത്രം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഈ ഒരു സൈഡ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സൈഡൊക്കെ. അതുപോലെ ഇതിൻ്റെ നടുക്ക് നമ്മൾ ആദ്യം ഒട്ടിച്ച ഭാഗം അത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. സാവധാനം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ. പിന്നെ ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് വേറൊരു രീതിയിൽ ചെയ്യുന്ന ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഒരുപാട് തരം സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫില്ലിംഗ് ഒക്കെ വേറെയാണ്, ഇതുപോലെയല്ല. ഫില്ലിംഗ് ചെയ്യുന്നതൊക്കെ വേറെ രീതിയിൽ. അതുപോലെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടല്ലാത്ത നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഒരു സ്ലൈസ് നമുക്ക് 2 സെയിം പീസായിട്ട് നടുക്കുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പീസിൻ്റെ നടുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തോട്ട് നമ്മൾ ഇങ്ങനെ മൈദ പേസ്റ്റ് അല്ലെങ്കിൽ മുട്ടക്കൂട്ട് എന്തെങ്കിലും ചേർത്തിട്ട് മൊത്തത്തിൽ ഒട്ടിച്ച് 4 സൈഡും ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ക്വയറായിട്ടുള്ള ഈക്വലായിട്ടുള്ള ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു മസാല ഡിഫറെൻ്റാണ്. ഈ ഒരു മസാല വേറെ രീതിയിൽ അതിൽ മുട്ട ചേർക്കുന്നില്ല ആ ഒരു മസാലയിൽ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതും. അപ്പോൾ ഇതുപോലെ എല്ലാം ആദ്യം ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഒട്ടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഓൾറെഡി അവിടെ നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി വേറെ ഇത് മുട്ടക്കൂട്ടിൽ ഡിപ്പ് ചെയ്യാനോ ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ബ്രെഡിൻ്റെ ആ ഒരു പീസൊക്കെ നന്നായിട്ട് ഒന്ന് പരത്തിയിട്ടൊക്കെ അല്ലേ ജസ്റ്റ് ഒന്ന് തിന്നാക്കി എടുത്തിട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു മൈദ മാവൊക്കെ നമ്മൾ പരത്തിയെടുക്കുന്ന ഏകദേശം ആ ഒരു ചെറിയ ടെക്സ്ചറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ തന്നെ ആ ഒരു ടെക്സ്ചറല്ല. അപ്പോൾ അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ മസാലയൊന്നും ഫില്ലിങ്ങൊന്നും പുറത്തൊന്നും വന്നിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. അതുപോലെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങും ഡിഫറെൻ്റ് ആണ് നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഞാനിത് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പുറം ഭാഗം ഒരു ക്രിസ്പിയും അകത്ത് ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു മുട്ടക്കൂട്ടിൻ്റെ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് ബോക്സ് ആണ്. അപ്പോൾ ഇത് ഫ്രോസൺ ആക്കിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്, ഞാൻ ഫ്രൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല എന്ന് പറയുന്ന ഒരു ടിക്ക ഫ്ലേവറിലുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു സമയത്തൊക്കെ. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ വരുമ്പോൾ, ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 300 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കുക. അതുപോലെ നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ചിക്കൻ ചേർത്തിട്ട് ഈ ഒരു ബട്ടറിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനൊന്നുമില്ല കേട്ടോ. ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. അപ്പോൾ ഇത്രയും മതി. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കയ്യിലില്ലാത്ത കൊണ്ട് 1/2 കപ്പ് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം നമ്മൾ എന്തിന് ചേർത്ത് കൊടുക്കുമ്പോഴും അത് എണ്ണയിൽ വഴന്ന് വരുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. ഞാൻ സമൂസ മസാല ഉണ്ടാക്കുമ്പോഴും അതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി കാണാത്തവർ കാണാട്ടോ. ഞാൻ ഫ്രോസൺ ആക്കി വെക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക്, 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തത്. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു വിനീഗർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ചിക്കനിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ, വെള്ളമൊക്കെ ഇത് ഊറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ വെള്ളമൊന്നുമില്ല. നമ്മൾ ആദ്യം ചിക്കൻ നല്ലോണം വെള്ളം വാർന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമുണ്ടെങ്കിൽ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാലയാണല്ലോ, നമ്മൾ ഫില്ലിംഗ് ആണല്ലോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു മസാല. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അധികം പണിയൊന്നുമില്ല. കുറേ നേരം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ വെന്ത് വരും. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക്
ഒരു പാക്കറ്റ് ബ്രെഡ് ഏകദേശം ഒരു 15-16 സ്ലൈസൊക്കെ വരുന്നില്ല ഒരു പാക്കറ്റിൽ. അത് ഫുള്ള് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട്, ഒന്ന് ആവി കയറ്റി എടുക്കാറുണ്ട്. തിളച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ബ്രെഡ് കിട്ടുന്നുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള ബ്രെഡാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ പൊട്ടി പോവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ഓവനിൽ ഒരു 10-20 സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബ്രെഡിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കളയണ്ട, നമുക്കിതിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് എങ്ങനെയാണ് ക്രംസ് ഉണ്ടാക്കുന്ന, വാങ്ങലാണോ ഉണ്ടാക്കിയെടുക്കാറാണോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡിനെ ഇതുപോലെ 2ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ 4 സൈഡും നമ്മൾ മൈദ പേസ്റ്റ് ഉണ്ടല്ലോ, മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു പകുതി ഭാഗത്ത് നടുക്കായിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാലയൊക്കെ നടുക്കനെ വെച്ച് കൊടുക്കുക, സൈഡിലോട്ടൊന്നും ആവാത്ത രീതിയിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിക്കോ, ഇതുപോലെ ജസ്റ്റ് ഈ ഒരു അറ്റത്തോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് 3 സൈഡും മൊത്തത്തിൽ 3 സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നുണ്ട്. നമ്മൾ മൈദമാവൊക്കെ സൈഡിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ച ശേഷം നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്യാത്ത വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും വലിയ സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയറായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാനൊന്നുമില്ല. നമ്മൾ 2 മുട്ടയാണ് കേട്ടോ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതിലൊക്കെ ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസാണ്. ഇനി നമ്മൾ ഇതിലോട്ട് മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു 4-5 ഒക്കെ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ടാണ് ഈ ഒരു ക്രംസിൽ നല്ലോണം കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ റെസിപ്പിയിലും ഞാൻ പറയാറുണ്ട്, ഈ ഒരു നനഞ്ഞ കൈ കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രംസിലോട്ട് ഇത് കോട്ടിങ് ചെയ്തെടുക്കാറില്ല. ഒന്ന് കഴുകി തുടച്ചിട്ടാണ് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ക്രംസ് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് ഈ ഒരു ക്രംസ് ഒന്നും വീഴുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു ക്രംസ് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ആക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഫ്രോസൺ ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്, ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ മൊത്തത്തിൽ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ നിരത്തി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത്ര ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ബ്രെഡ് ക്രംസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ട്രേ ഇതേപോലെ തന്നെ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ ഇത് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയാവും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ. എന്നിട്ടാണ് നമ്മളിത് ജിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നത്. ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. എല്ലാം നമ്മൾ വെച്ചതൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലാണെങ്കിലും കണ്ടെയ്നറിലാണെങ്കിലൊക്കെ ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് വെക്കാം, നിരത്തി വെക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞാലും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും, അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്.
അതുപോലെ പൊടിഞ്ഞു പോകുന്നുമില്ല. നമ്മളിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുമുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ കുറേ സമയം പുറത്ത് വെക്കണ്ട, ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. 10-15 മിനിറ്റ്, ഒരുപാട് നേരം പുറത്ത് വെക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ സിപ്ലോക്ക് ബാഗിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു കണ്ടെയ്നറിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നമുക്ക് പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്